ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കിടന്ന സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ജയബാലൻ ചതിച്ചു സ്വന്തമാക്കിയ അരവിന്ദന്റെ പണം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വിശാൽ യമുനയെയും കൂട്ടി കോളേജിൽ നിന്നും പോവുകയും യമുന ഒരു റൂമിൽ പൂട്ടിയിടുകയുമാണ്. രാത്രിയായിട്ടും യമുനയെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് വിനീതും ഗംഗയും നിവിനും കാവേരിയും. യമുനയുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഗംഗയും വിനീതും. ഉച്ചയ്ക്ക് ശേഷം യമുന വിശാലിന്റെ ഒപ്പമാണ് കോളേജിൽ നിന്നും പോയതെന്ന് അവർ അറിയുന്നു. വിശാലിന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ അന്വേഷിക്കുന്ന നിവിനും കാവേരി അറിയുകയാണ് വിശാലിന്റെ ഫ്രണ്ട്സ് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല, വിശാലിന്റെ ഒപ്പം പോവുകയാണെന്ന് പറഞ്ഞ് അവർ വീട്ടിൽ നിന്നും പോയതാണെന്നും. തുടർന്ന് ഗംഗയും വിനീതും നിവിനും കാവേരിയും കൂടി കാണുകയാണ്. കാവേരി പറയുന്നു വിശാലിന്റെ ഫ്രണ്ട്സും വീട്ടിലില്ല, അവരെല്ലാവരും ഒരുമിച്ചാ പോയത്. ഗംഗ പറയുന്നു യമുന വിശാലിന്റെ ഒപ്പം ഉണ്ട്. കാവേരി പറയുകയാണ് അതെ ചേച്ചി, പക്ഷെ അവരെവിടെയുണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. വിശാൽ എവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ യമുനയെ കണ്ടെത്താൻ കഴിയുമെന്ന് ഗംഗ പറയുമ്പോൾ വിനീത് പറയുകയാണ് വിശാലിന്റെ കൂടെ അവന്റെ ഫ്രണ്ട്സ് പോയത് മനസ്സിലാക്കാൻ ഇവൾ എന്തിനാ പോയത്. ഗംഗ പറയുന്നു ഉറപ്പായിട്ടും യമുന അവന്റെ കൂടെ പോകില്ല, ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട്. നിവിൻ കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ്. യമുനയുടെ മിസ്സിംഗിന് പിന്നിൽ ജയബാലനായിരിക്കുമെന്ന് വിനീത് പറയുമ്പോൾ അവിടേക്ക് വന്ന നിവിൻ പറയുകയാണ് ഒരിക്കലുമല്ല, ജയബാലനങ്ങൾ വില്ലനാണ്, പക്ഷേ ഇത് ചെയ്യില്ല, യമുനയെ തട്ടിക്കൊണ്ടു പോവുകയൊന്നുമില്ല അയാൾ. കാവേരി പറയുകയാണ് അപ്പോ വിശാല് തന്നെ എന്തോ ചെയ്തതാണ്. നിവിൻ പറയുന്നു അതെ, ഞാൻ അന്വേഷിച്ചത് വെച്ച് യമുന പുഷ്പവാടിയിലില്ല, വിശാലിന്റെ ഒപ്പം യമുന പുഷ്പവാടിയിൽ നിന്നും പോയിരിക്കുന്നു. നമ്മളിനി എന്ത് ചെയ്യുമെന്ന് ഭയത്തോടുകൂടി ഗംഗയും കാവേരിയും ചോദിക്കുമ്പോൾ നിവിൻ പറയുകയാണ് നമ്മളും പുഷ്പവാടിയിൽ നിന്നും പുറത്തേക്ക് അന്വേഷിക്കണം. മല ഇറങ്ങി അവന്റെ കാറ് പോയിട്ടുണ്ട്, നമുക്കും മല ഇറങ്ങി പോകാം. പോകുന്ന വഴിയില് നമുക്ക് എല്ലാം പറയാം. അതിനു മുമ്പ് അവന്റെ മറ്റൊരു ഫ്രണ്ട് ഉണ്ട്, അവന്റെ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കണം. വിനീത് പറയുന്നു ഗംഗയും കാവേരിയും വീട്ടിലേക്ക് പോയിക്കോ, ഞങ്ങൾ അന്വേഷിച്ചിട്ട് വരാം. കാവേരി പറയുകയാണ് ഇല്ല, ഞാൻ വീട്ടിലേക്കൊന്നും പോകുന്നില്ല, ഞാനും നിങ്ങളുടെ കൂടെ വരുവാ. ഗംഗ പറയുകയാണ് ഞാനും വരാം. വീട്ടിലേക്ക് പോയി ഞങ്ങൾ എങ്ങനെ സമാധാനത്തോടു കൂടി ഇരിക്കുക. കാവേരി പറയുന്നു നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളോട് വീട്ടിലേക്ക് മടങ്ങി പോകണമെന്ന് പറയരുത്, എമ്മിനെ ഇല്ലാതെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. വിനീത് പറയുന്നു നിവിനെ നീ കാവേരിയും കൂട്ടി പോ, ഞാൻ ഗംഗയും കൂട്ടി വീട്ടിൽ വരെ പോയിട്ട് വരാം, അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കണ്ടേ. അമ്മായിയും നിളയും അമ്മമ്മയും എല്ലാം ഭയന്നിരിക്കുക. തുടർന്ന് അച്ഛന്ന് വിളിച്ച് പൊട്ടിക്കരയുകയാണ് യമുന. ഈ സമയം അവിടേക്ക് വന്ന വിശാൽ വാതില് തുറക്കുമ്പോൾ യമുന പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. യമുനയുടെ പിന്നാലെ വിശാൽ ഓടി വരുന്നു. യമുന തട്ടി വീഴുമ്പോൾ അവിടെ ഓടി വന്ന വിശാൽ ചോദിക്കുന്നു എന്താടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ. അങ്ങനെ വിശാൽ ദേഷ്യത്തോടുകൂടി യമുനയുടെ കാലിൽ ചവിട്ടി പിടിക്കുകയാണ്. വേദന സഹിക്കാനാകാതെ ഉറക്ക കരഞ്ഞുകൊണ്ട് യമുന പറയുന്നു വിശാൽ കാല് വേദനിക്കുന്നു, എന്നെ വിട്, ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകാനായി ശ്രമിക്കുകയാണ് വിശാൽ. ഞാൻ വരില്ല, എന്നെ വിടെന്ന് പറഞ്ഞ് ഒരു തൂണിൽ മുറുകെ പിടിക്കുകയാണ് യമുന. ബലമായി യമുനയെ പിടിച്ചു വലിച്ച് റൂമിലേക്ക് പിടിച്ചതല്ലേ അകത്തേക്ക് കയറി വാതിലടക്കുകയാണ് വിശാൽ. കരഞ്ഞുകൊണ്ട് യമുന പറയുന്നു വിശാൽ പ്ലീസ് എന്നെ വിട്, നിന്നോട് ഞാൻ അപേക്ഷിക്കുക, ഞാൻ കാല് പിടിക്കുക, ഞാൻ ഇവിടുന്ന് പൊയ്ക്കോട്ടെ. അങ്ങനെ വിശാലിന്റെ കാല് പിടിച്ച് കരയുകയാണ് യമുന. യമുന പറയുന്നു ദയവ് ചെയ്ത് എന്നെ വിട് വിശാൽ, ഞാൻ നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്, എന്നെ നീ എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്. പ്ലീസ് വിശാൽ എന്നെ വീട്ടിൽ അന്വേഷിക്കും, ദയവ് ചെയ്ത് എന്നെ വീട്ടിൽ കൊണ്ടാക്ക് വിശാൽ, എന്നെ ഈ വീടിന് പുറത്താക്കിയാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പൊയ്ക്കോളാം പ്ലീസ് വിശാൽ എന്ന് പറഞ്ഞ് വിശാലിന്റെ കാല് പിടിച്ച് പൊട്ടിക്കരയുകയാണ് യമുന. യമുനയെ തള്ളി മാറ്റി ഭക്ഷണം എടുത്തു കൊടുത്തുകൊണ്ട് വിശാൽ ചോദിക്കുകയാണ് നീ എന്താ ഇത് കഴിക്കാഞ്ഞത്. ചിക്കൻ ബിരിയാണിയാ, നിനക്ക് ഇഷ്ടമുള്ളതല്ലേ, കഴിക്ക്. എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് യമുന ആ ഭക്ഷണം തട്ടിത്തെറിപ്പിക്കുകയാണ്. വിശാലിന്റെ ദേഹത്തേക്കും മുഖത്തേക്കും എല്ലാം ഭക്ഷണമാവുകയാണ്. വിശാൽ ദേഷ്യത്തോടുകൂടി യമുനയെ നോക്കുമ്പോൾ പിന്നോട്ടേക്ക് മാറിക്കൊണ്ട് യമുന പറയുന്നു വിശാൽ പ്ലീസ് ഞാൻ ഇവിടുന്ന് പൊയ്ക്കോട്ടെ, ദയവ് ചെയ്ത് എന്നെ പോകാൻ അനുമതിക്കണം. വിശാൽ യമുനയുടെ നേരെ വരുമ്പോൾ വിശാൽ വേണ്ടാന്ന് പറഞ്ഞ് യമുന പിന്നോട്ടേക്ക് നിരങ്ങുകയാണ്. കൈകൂപ്പി യമുന പറയുന്നു വിശാൽ പ്ലീസ് എന്നെ വിട്, ഞാൻ പൊയ്ക്കോട്ടെ. അരികിലേക്ക് വന്നിരുന്ന ദേഷ്യത്തോടുകൂടി വിരൽ ചൂണ്ടി വിശാൽ പറയുകയാണ് ദേ നോക്ക്, നിനക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാകില്ലേ, ഇന്ന് നിന്നെ കൊണ്ടുവിടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കൊണ്ടുവിടാൻ പറ്റില്ല, നാളെ നമുക്ക് പോകാം. എന്റെ വീട്ടിലുള്ളവരെല്ലാവരും പാവങ്ങളാ, അവരെന്നെ അന്വേഷിക്കുമെന്ന് യമുന പറയുമ്പോൾ വിശാൽ പറയുകയാണ് എന്റെ വീട്ടിലുള്ളവർ നിന്റെ വീട്ടിലുള്ളവരെക്കാളും പാവങ്ങളാ, അതിന് ഞാൻ എന്ത് ചെയ്യണം പ്ലീസ് വിശാൽ എന്ന് പറഞ്ഞ് യമുന കൈകൂപ്പുമ്പോൾ പൊടി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് വിശാൽ. ഷർട്ടിൽ ഭക്ഷണം വീണതുകൊണ്ട് ഷർട്ട് ഊരിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് വിശാൽ. ഫ്രണ്ട്സ് ചോദിക്കുന്നു എടാ നീ അകത്ത് എന്ത് ചെയ്യുകയായിരുന്നു. വിശാൽ പറയുകയാണ് ഗേൾ ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് എന്ത് ചെയ്യുകയായിരുന്നോ, നീ മനസ്സിൽ എന്താണോ വിചാരിച്ചത് അതാ ചെയ്തത്, അവള് നല്ല ദേഷ്യത്തിലായിരുന്നല്ലോ എന്ന് ഫ്രണ്ട് പറയുമ്പോൾ വിശാൽ പറയുകയാണ് എത്ര നേരം ആ ദേഷ്യത്തിലിരിക്കുക, അതൊക്കെ അങ്ങ് ശരിയായി. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് ഫ്രണ്ട്സ്. ഈ സമയം യമുനെ അന്വേഷിച്ച് ബൈക്കിൽ പോകുകയാണ് വിനീതും ഗംഗയും നിവിനും കാവേരിയും. ഭയത്തോടുകൂടി ഇരിക്കുന്ന ഗംഗയും കാവേരിയെ ആശ്വസിപ്പിക്കുകയാണ് വിനീതും നിവിനും. തുടർന്ന് രാവിലെ യമുനയുടെ റൂമിലേക്ക് വരികയാണ് വിശാൽ. യമുന ഭയത്തോടുകൂടി ഇരിക്കുമ്പോൾ അരികിലേക്ക് വന്നിരുന്ന വിശാൽ പറയുകയാണ് ഇന്നലെ രാത്രി വഴക്ക് കൂടി നമ്മൾ സമയം കളഞ്ഞു, പക്ഷേ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഫ്രണ്ട്സിന്റെ ഒപ്പം നല്ല ടൈം പാസ് ആയിരുന്നു, നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു, ബോറടിച്ചോ. അങ്ങനെ വിശാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന യമുനയുടെ കവിളിലേക്ക് പിടിക്കുമ്പോൾ യമുന ദേഷ്യത്തോടുകൂടി
കൈ തട്ടി മാറ്റുകയാണ്. നിന്റെ ഒപ്പം കിടന്നുറങ്ങണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ പിന്നെ വേണ്ടാന്ന് തോന്നി. ആവശ്യമില്ലാത്ത ഒരു ബന്ധം നമ്മൾ തമ്മിൽ വേണ്ടാന്ന്. ദേഷ്യത്തോടു കൂടി വിശാലിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് യമല ചോദിക്കുന്നു, ഞാൻ എന്ത് ദ്രോഹമാടാ നിന്നോട് ചെയ്തത്? എന്തിനാടാ ഇങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? പറയടാ. ദേഷ്യത്തോടു കൂടി കൈ തട്ടി മാറ്റി യമുനയെ തട്ടി വിശാൽ ചോദിക്കുകയാണ്, നീ എന്താടി വിചാരിച്ചത്? എന്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ എന്റെ അച്ഛനെ തള്ളി പറയുമെന്ന് വിചാരിച്ച എന്റെ കൂടെ വന്നതാണോ? വിവരം ഇല്ലടി നിനക്ക്. കരഞ്ഞുകൊണ്ട് യമുന പറയുന്നു, ഞാൻ ചെയ്തത് തെറ്റാ. വിശാൽ പറയുകയാണ്, നീയും നിന്റെ കുടുംബവും എന്റെ അച്ഛനെ അപമാനിച്ചില്ലേ? നിന്റെ അച്ഛനെ ചതിച്ചത് എന്റെ അച്ഛനാണെന്ന് പറഞ്ഞില്ലേ? എന്റെ അച്ഛൻ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാ, ഒരുപാട് വിഷമിച്ചതുമാ. നീ ഒരു രാത്രി മുഴുവൻ വീട്ടിലില്ലായിരുന്നു. നിന്റെ കുടുംബം നാട്ടുകാരുടെ മുന്നിൽ നാണം കെടും, നിന്റെ വീട്ടിൽ കണ്ണീരൊഴുകും. എനിക്കത് കാണണം. എന്റെ അച്ഛനെ അപമാനിക്കുന്നവരോട് ഞാൻ അതേ ചെയ്യും. യമുന പറയുന്നു, നിന്റെ അച്ഛൻ ഞങ്ങളെ ക്രൂരമായി ചതിച്ചു. നിങ്ങൾക്കതൊരു അപമാനമായി തോന്നുന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനെ ചതിച്ച് സ്വന്തമാക്കിയ സ്വത്ത് തിരിച്ചു തരണം. അത് ചെയ്യാൻ നിനക്ക് കഴിവില്ല. എന്നെ ചതിച്ച് ഇവിടെ കൊണ്ടുവന്ന് അടച്ചിട്ട് ദ്രോഹിക്കുകയാണ് നീ. നിന്നെ വിശ്വസിച്ച് വന്നാ എന്നെ പറഞ്ഞാ മതി. നീ ഒരു ചീപ്പായ ഒരുത്തനാ, നാണം കെട്ടവൻ. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടുകൂടി വിശാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായി തുടങ്ങുമ്പോൾ വിശാൽ പ്ലീസ് എന്ന് പറഞ്ഞ് കയ്യിൽ കയറി പിടിക്കുകയാണ് യമുന. വിശാൽ ദേഷ്യത്തോടുകൂടി യമുനയെ തല്ലുകയാണ്. അമ്മയെന്ന് വിളിച്ച് വേദന സഹിക്കാനാകാതെ യമുന കരയുമ്പോൾ വിരൽ ചൂണ്ടി വിശാൽ പറയുന്നു, ദേ നോക്ക്, എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇപ്പം എന്തും ചെയ്യാം. വോട്ടെന്ന് കരുതി വെറുതെ വിട്ടു പോകുമ്പോൾ നീ ഒരുപാട് അങ്ങ് സംസാരിക്കുകയാണല്ലോ, കൊന്നു കളയും ഞാൻ. വിശാൽ പ്ലീസ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് യമുന പിന്നെയും കയ്യിൽ കയറി പിടിക്കുകയാണ്. വിശാൽ വീണ്ടും വിടെന്ന് പറഞ്ഞ് യമുനയെ തല്ലുകയാണ്. യമുന ബോധം കെട്ട് താഴേക്ക് വീഴുമ്പോൾ വാതിലടച്ച് അവിടെ നിന്ന് പോവുകയാണ് വിശാൽ. തുടർന്ന് ഒരു ഫ്രണ്ട് വഴി വിശാൽ ഫാം ഹൗസിലുണ്ടെന്ന് അറിയുകയാണ് നിവിൻ. നിവിൻ ഈ കാര്യം കാവേരിയും ഗംഗയും വിനീതിനെ അറിയിക്കുകയാണ്. ജയപാലിന്റെ ഫാം ഹൗസ് എവിടെയാണെന്ന് അറിയുമ്പോന്ന് കാവേരി ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, ഞാൻ ചെറുപ്രായത്തിൽ വന്നതാ, കറക്റ്റ് ആയിട്ടൊന്നും അറിയില്ല, നമുക്ക് പോയി നോക്കാം. ആലോചിച്ച് നിൽക്കാതെ നമുക്ക് പോകാന്ന് പറഞ്ഞ് അവർ ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം സ്നേഹതീരത്തേക്ക് സുജാതയും ഗീതയും എല്ലാം വരികയാണ്. യമുനയെ കാണാനില്ലെന്നറിഞ്ഞാണ് അവർ വരുന്നത്. ശാരദയെ അവർ സമാധാനിപ്പിക്കുന്നു. പിന്നാലെ ജയപാലനും പ്രവീണയും വരികയും നാട്ടുകാർ വീടിന് ചുറ്റും കൂടുകയുമാണ്. പോലീസ് അവിടേക്ക് വന്ന് ശാരദയുടെയും നിളയുടെയും രാധമ്മയുടെയും മൊഴിയെടുക്കുകയാണ്. പോലീസുകാരൻ പറയുന്നു, ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കാണാതെ പോകുന്നത് രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന്, പ്രണയിച്ച് ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോകുന്നത്. രണ്ട്, ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യുന്നത്. തുടർന്ന് ഫാം ഹൗസിന് പുറത്തേക്ക് വരുന്ന വിശാലും നിവനും കാവേരിയും ഗംഗയും കാണുകയാണ് വിശാലിന്റെ ഫ്രണ്ട്സ് പുറത്തു നിൽക്കുന്നതായി. അവരെ തല്ലിച്ചതച്ച് ചോദ്യം ചെയ്ത് അകത്തേക്ക് കയറി വരികയാണ് വിനീതും നിവനും ഗംഗയും കാവേരിയും. വിശാൽ ഞെട്ടി അവരെ നോക്കുമ്പോൾ ഷട്ടിൽ കുത്തിപ്പിടിച്ച് വിനീത് ചോദിക്കുകയാണ്, യമുന എവിടെടാ? വിശാൽ ദേഷ്യത്തോടുകൂടി വിനീതിനെ തള്ളി മാറ്റുമ്പോൾ വിശാലിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് കാവേരി ചോദിക്കുന്നു, യമുന എവിടെടാ? വിനീതും നിവിനും കാവേരിയും ഗംഗയും വിശാലിനെയും ഫ്രണ്ട്സിനെയും ചോദ്യം ചെയ്യുകയാണ്. വിനീത് പറയുന്നു, യമുനയെ തട്ടിക്കൊണ്ടുപോയത് നീയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. യമുന എവിടെടാ? വിശാൽ പറയുകയാണ്, ചുമ്മാ യമുന യമുന എന്ന് പറഞ്ഞ് ബഹളം വെക്കാതെ. യമുനയൊന്നും ഇവിടെയില്ല. അവളെ കാണാനില്ലെങ്കിൽ എന്തിനാ എന്റെ അടുത്ത് വന്ന് അന്വേഷിക്കുന്നത്? നിവിൻ പറയുകയാണ്, നീ തിരുവനന്തപുരത്ത് രാഗിണിയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇവിടെ? വിശാൽ പറയുന്നു, അതെ, തിരുവനന്തപുരത്തേക്ക് പോകാനാ ഇറങ്ങിയത്. പോകുന്ന വഴിയിൽ എനിക്ക് നല്ല ഉറക്കം വന്നു. അപ്പം ഇവിടെ അടുത്ത് വീടുണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഫ്രണ്ട്സിനെയും കൂട്ടി ഇവിടെ വന്ന് കിടന്നുറങ്ങി. സത്യമായിട്ടും യമുന ഇവിടെ ഇല്ലേന്ന് ഗംഗ ചോദിക്കുമ്പോൾ കാവേരി പറയുകയാണ്, ഗംഗേച്ചി ഇവൻ കള്ളം പറയുക. എവിടെയാടാ യമുന എന്ന് ചോദിച്ച് കാവേരി ദേഷ്യത്തോടുകൂടി വിശാലിനോട് സംസാരിക്കുകയാണ്. ഗംഗയും കാവേരിയും അവിടെയെല്ലാം യമുനെ അന്വേഷിക്കുന്നു. വിശാലിനെയും ഫ്രണ്ട്സിനെയും തല്ലുകയാണ് നിവിനും വിനീതും. കാവേരി ഒരു റൂമിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് വിശാൽ പറയുന്നു, യമുനയൊന്നും ഇവിടെ ഇല്ല, ഇറങ്ങിപ്പൊടി, ഇങ്ങോട്ട് മാറി നിൽക്കടാന്ന് പറഞ്ഞ് നിവിനും വിനീതും വിശാലിനെ പിടിച്ചു മാറ്റുമ്പോൾ ഗംഗയും കാവേരിയും ആ റൂമിലേക്ക് പോവുകയാണ്. യമുന ആ മുറിയിൽ ഉണ്ടായിരുന്നുവെന്ന് ഗംഗയും കാവേരിയും മനസ്സിലാക്കുന്നു. യമുനയുടെ മുടിയും വളപ്പൊട്ടുകളും ഷാളും ഒക്കെ അവിടെ കാണുകയാണ് അവർ. പുറത്തേക്ക് ഇറങ്ങി വന്ന് വിശാലിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് യമുന എവിടെയിടാന്ന് കാവേരി ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? യമുന ഇവിടെങ്ങുമില്ല, ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയി കാണും, പോയി അന്വേഷിക്കുക. ഇറങ്ങി പോകാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? ഇറങ്ങി പോന്ന് പറഞ്ഞ വിശാലും ബഹളം വെക്കുമ്പോൾ നമുക്ക് പോകാന്ന് പറഞ്ഞ് കരകൊണ്ട് നിൽക്കുന്ന കാവേരിയും ഗംഗയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് വിനീത്. നിവിൻ പറയുന്നു, സത്യം പറയടാ, യമുന എവിടെയുണ്ട്? വിശാൽ പറയുകയാണ്, ഞാൻ സത്യമാ പറഞ്ഞത്, യമുന ഇവിടെയില്ല. പുറത്തേക്ക് ഇറങ്ങി വരുന്ന അവർ കാണുകയാണ് യമുനയുടെ ചെരുപ്പ്. യമുന അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പാക്കി അവർ വീണ്ടും വിശാലിന്റെ അരികിലേക്ക് വന്ന് ചോദ്യം ചെയ്യുകയാണ്. വിശാൽ പറയുകയാണ്, ഈ വീട് മുഴുവൻ അന്വേഷിച്ചിട്ടല്ലേ നിങ്ങൾ ഇറങ്ങിപ്പോയത്? പിന്നെ വന്ന് യമുന എവിടെയെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? നോക്ക്, ഞാൻ അടിച്ചിറക്കും ഇവിടുന്ന്. വിനീത് യമുനയുടെ ചെരുപ്പ് കാണിക്കുകയാണ് വിശാലിനെ. അതുകൊണ്ട് ഞെട്ടി നിൽക്കുകയാണ് വിശാലും ഫ്രണ്ട്സും. വിനീത് ചോദിക്കുന്നു, യമുന എവിടെ? അറിയില്ലെന്ന് വിശാൽ പറയുമ്പോൾ നിവിൻ പറയുന്നു, ഇനി നീ നാണമില്ലാതെ കള്ളം പറയരുത്, എന്റെ കസിൻ ആണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. അങ്ങനെ നിവിൻ വിശാലിന്റെ കാരണം പുകച്ചടിക്കുകയാണ്. എവിടെയാണ് യമുന എന്ന് ചോദിച്ച് കാവേരി വിശാലിനെ തല്ലുകയാണ്. കാവേരിയെ പിടിച്ചു മാറ്റി വിനീത് വിശാലിനെ തല്ലുമ്പോൾ കാവേരിയും ഗംഗയും നിവിനും അകത്തെല്ലാം യമുനെ അന്വേഷിക്കുകയാണ്. പെട്ടെന്ന് അവർ കാണുകയാണ് ഒരു ചെറിയ റൂം പൂട്ടിയിട്ടിരിക്കുന്നതായി. വാതിലിന് പുറത്ത് യമുന
യമുനയുടെ ബാഗിന്റെ പകുതി കാണാൻ പറ്റുന്നുണ്ട്. ആ റൂമിൽ യമുന ഉണ്ടെന്ന് മനസ്സിലാക്കിയ കാവേരിയും ഗംഗയും ബഹളം വെക്കുമ്പോൾ അവിടേക്ക് വന്ന നിവിൻ പൂട്ട് തല്ലി പൊളിക്കുകയാണ്. പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് ആ മുറിയിൽ. അവിടെ ബോധമില്ലാതെ കിടക്കുകയാണ് യമുന. ഞെട്ടി ഭയത്തോടുകൂടി ഗംഗയും കാവേരിയും യമുനയെ തട്ടി വിളിക്കുകയാണ്. നിവിൻ ടെൻഷനോടുകൂടി നിൽക്കുന്നു. ശേഷം അവർ യമുനയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. നിവിൻ വെള്ളം എടുത്തുകൊണ്ട് വന്ന് യമുനയുടെ മുഖത്തേക്ക് തെളിക്കുമ്പോൾ യമുന പതിയെ കണ്ണു തുറന്ന് ഗംഗയും കാവേരിയെ നോക്കുകയാണ്. എല്ലാവരും സമാധാനത്തോടുകൂടി ഇരിക്കുന്നു. ചേച്ചി എന്ന് വിളിച്ച് ഉറക്ക കരയുകയാണ് യമുന. അവർ യമുനയെ താങ്ങി പിടിച്ച് വിശാലിന്റെയും ഫ്രണ്ട്സിന്റെ അരികിലേക്ക് വരികയാണ്. യമുനയെ മുന്നിലിരുത്തി വിശാലിന്റെയും ഫ്രണ്ട്സിനെയും തല്ലി ചതയ്ക്കുകയാണ് നിവിനും വിനീതും. യമുന നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. ശേഷം പൊട്ടിക്കരയുന്ന യമുനയെ സമാധാനിപ്പിക്കുകയാണ് ഗംഗയും കാവേരിയും. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്